ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. മെട്രോ ഇറങ്ങി പുറത്തെത്തിയപ്പോ വരിവരിയായി ബസ്സുകൾ നിരത്തിയിട്ടേക്കാണ്. അതിന്റെ ഇടയിൽ കൂടെ 3 ഇറങ്ങി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിലേക്ക്. മെട്രോ സ്റ്റേഷന് താഴെ തന്നെ പ്രൈവറ്റ് സ്റ്റാൻഡാണ്. പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്കുള്ള വഴിക്ക് ആകെ ബസ്സിന് പോകാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ കൂടെ ബസ്സിന്റെ പുറകെ ഞങ്ങളും വച്ച് പിടിച്ച് നടക്കാണ് പുറത്തേക്ക്. ഇന്നാണ് ഈ ക്ലാസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആകെ 100 മീറ്റർ അപ്പുറയാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നേരത്തെ എത്തേണ്ട ദിവസമാണ് ക്ലാസ്സിലേക്ക്. പുള്ളിക്കൽ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിലാണ് ഇന്ന് ഞങ്ങളുടെ ക്ലാസ് കിടക്കണേ. നേരെ നടന്നു കുത്തി ലിഫ്റ്റിലും കുത്തി നിറച്ച് കയറി ഞങ്ങൾ 4ാമത്തെ നിലയിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ 4ാമത്തെ നിലയിൽ 2 ക്ലാസ്സാണ് ആകെ ഉള്ളത്. അതിനകത്ത് 2ാമത്തെ ക്ലാസ്സാണ് ഞങ്ങൾ ഇന്നിരിക്കാൻ പോണ ക്ലാസ്. എന്ന് ഇവിടെ ആയിരുന്നെങ്കിൽ ക്ലാസ്സെങ്കിൽ മെട്രോ സ്റ്റേഷനിൽ ആകെ 100 മീറ്റർ നടക്കാനുള്ള അതാണ് സുഖമായിരുന്നു. എന്ന് ഇവിടെ ആയിരുന്നെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഞങ്ങൾ എല്ലാവരും വന്നിരുന്നു. പിള്ളേരൊക്കെ വന്നതേ ഉള്ളൂ. എന്നിവിടെയാണ് ക്ലാസ്സെങ്കിൽ എന്ത് സുഖമായിരുന്നു. ഒരുപാട് നടക്കണ്ട, തൊട്ടടുത്താണിത് മെട്രോ സ്റ്റേഷന്റെ. തിരിച്ചും പതിയെ കുറച്ച് നടന്നാൽ എന്നിവിടെ ആവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള്. അങ്ങനെ പയ്യന്മാരെല്ലാരും ക്ലാസ്സിലേക്ക് വന്നെത്തിയുണ്ട്. ഇന്റർവെൽ ആയപ്പോഴത്തേക്കും പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുണ്ട്. അങ്ങനെ പെരുമഴയൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പുറത്ത് നിൽക്കാണ്. ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി ക്യാമറ ഓൺ ആക്കിയതാണ്. അപ്പത്തേക്കും ഒരുത്തം മുടി ഇരാൻ വേണ്ടി എന്റെ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവന്റെ പുറകെ അടുത്തവനും. അശ്വിനാണെങ്കിൽ അജയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ് പെൺപിള്ളേരെ വളയ്ക്കാൻ. പാവം പയ്യൻ വീഡിയോ എന്നുള്ള കാര്യമേ ഓർത്തില്ല. കൂട്ടത്തിൽ ഒരു കാര്യമില്ലെങ്കിൽ ഞങ്ങൾ ശ്രീകൃഷ്ണൻ ആക്കിയേക്കണത് അജയനിട്ട് കളിയാക്കണ അവന് നാണം വന്നിട്ട് നിൽക്കാനും വയ്യ. ക്ലാസ്സിലെ കാമുകൻ, നടക്കാത്ത കാമുകൻ, അതെ വൺ സൈഡ് കാമുകൻ അജയ്. എല്ലാവർക്കും എന്നെ മതി, അതെ എനിക്കറിയാൻ വേണ്ട. എനിക്ക് വേണ്ടവർക്ക് എന്നെ വേണ്ട. ശരിക്കും തിരിച്ചാണത്. എല്ലാരും ഇവന് വേണം, പക്ഷെ ഇവന് ആർക്കും വേണ്ട. എന്തിനാ വേണ്ടത്? കിട്ടാണ്ടിരിക്കുമ്പോ അങ്ങനെ ഇറങ്ങാണ് ഏറ്റവും നല്ലത്. ഫോട്ടോ കാണിച്ചത് എന്റെ അനിയത്തിയല്ലേ? അല്ലല്ല, ഇതാരത്? ഇതെന്റെ ഗേൾ ഫ്രണ്ട്. അങ്ങനെ ഗേൾ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ അജയ് ഏതൊരു പെണ്ണിന്റെ ഫോട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നുണ്ട്. ഞങ്ങളെല്ലാരും കൂടി വട്ടത്തിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സും കഴിഞ്ഞിട്ട് ഇനി എല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഇനി 4 നില താഴത്തേക്ക് ഇറങ്ങണമല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചപ്പോ എല്ലാം കൂടി ലിഫ്റ്റ് കയറാന്ന് പറഞ്ഞത് ഇങ്ങനെ നിൽക്കാണ്. ആകെ ഈ ലിഫ്റ്റിൽ 8 പേർക്കാണ് കയറാൻ പറ്റുള്ളൂ. ഇവിടെ കയറാൻ 10, 16, 20 പേരുണ്ട്. ഞാൻ ഇവന്മാരോട് ആവതും പറഞ്ഞു, വാടാ നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവാൻ. എവിടെ കേൾക്കാം, ലിഫ്റ്റിലേ വരും. അവസാനം ഞാൻ ഒറ്റയ്ക്ക് നടക്കാണ് സ്റ്റെപ്പ് ഇറങ്ങി. അങ്ങനെ നടന്ന് അവന്മാരെക്കാളും മുന്നേ ഞാൻ താഴത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ അവന്മാരും താഴത്തേക്ക് ഇറങ്ങി വന്നേ. ലിഫ്റ്റ് ഇറങ്ങിയില്ലേ? അങ്ങനെ താഴത്തെ നിലയിൽ ഇറങ്ങുന്ന വരെ മുകളത്തെ നിലയിൽ ഇറങ്ങിയതിന്റെ പരാതിയാണ് ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അങ്ങനെ അവന്മാരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വന്ന് മെട്രോയും കയറിയുണ്ട്. മെട്രോ സ്റ്റേഷന്റെ അടുത്തായിരുന്നു ഇന്ന് ക്ലാസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 1/2 മണിക്കൂർ നേരത്തെ ഇന്ന് വീട്ടിൽ ചെല്ലാന്നുള്ള സന്തോഷത്തിലാണ് ഞങ്ങള്. അങ്ങനെ ചാടിപ്പിടിച്ചത് മെട്രോയും ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ്. എന്നും അവിടെ ആവണേന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് ഇന്നാണ് ആകെ പണി കിട്ടി. 1/2 മണിക്കൂർ നേരത്തെ ഇറങ്ങി ഞങ്ങൾ പെട്രോളും തീർന്ന് വഴി കിടക്കുകയാണ്. എന്താവസ്ഥയാണ്, എന്നും ഇത് തന്നെ കഥ. അവസാനം ഞങ്ങളുടെ മുന്നിൽ പോയ സൈഫൂനെയും വിളിച്ചു വരുത്തി പോയി ഒന്ന് പെട്രോൾ വാങ്ങിക്കൊണ്ട് വാടാന്ന് പറഞ്ഞ് വിട്ടേക്കാണ് ഞങ്ങള്. കഷ്ടകാലം കൊണ്ട് ഇന്ന് അടുത്തുള്ള പമ്പിലാണ് പെട്രോളും ഇല്ല. അവൻ വേറെ എവിടെയോ പോയാണ് പെട്രോളും വാങ്ങിക്കൊണ്ട് വന്നത്. ആൽഫിനെയാണ് സൈഫ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പെട്രോളൊക്കെ അടിച്ച് വണ്ടി ഓടിച്ചു വിടാന്ന് പറഞ്ഞ്. സത്യം പറഞ്ഞ് ഇന്നലെ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചോളൂ. ആ പെട്രോൾ എവിടെ പോയി ഞങ്ങൾക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയുള്ള. അങ്ങനെ സൈഫ് കൊണ്ടുവന്ന പെട്രോളും വണ്ടിയിലേക്ക് വെച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകണം. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.